കേരളത്തിന്റെ ശില്പകലാവൈഭവത്തിന് കാലം കരുതിവെച്ച ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നാണ് കൊല്ലം ജില്ലയിലെ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ജനതയുടെ അസാമാന്യമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും അടയാളമായി ഈ ക്ഷേത്രം ഇന്നും തലയുയർത്തി നിൽക്കുന്നു. കൊട്ടിയ കല്ല് എന്ന വാക്കിൽ നിന്നാണ് കോട്ടുക്കൽ എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ AD 7-8 നൂറ്റാണ്ടുകളിലെ പാണ്ഡ്യ രാജവംശത്തിന്റെ സ്വാധീനമാണ് ഈ ക്ഷേത്രനിർമ്മാണത്തിൽ തെളിഞ്ഞുകാണുന്നത്. പല്ലവ ശൈലിയിലുള്ള റോക്ക് കട്ട് ആർക്കിടെക്ചറിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇത്രയും വലിയൊരു കൂറ്റൻ പാറയെ എങ്ങനെയാവാം അക്കാലത്തെ യന്ത്രസഹായമില്ലാതെ ഇത്ര കൃത്യതയോടെ തുരന്നെടുത്തത് എന്നത് ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ദൂരക്കാഴ്ചയിൽ ഒരു ആന കിടക്കുന്നതുപോലെ തോന്നിപ്പിക്കുന്ന ഈ കൂറ്റൻ പാറയിൽ 2 ഗുഹകളാണ് പ്രധാനമായും കൊത്തിയെടുത്തിരിക്കുന്നത്. വടക്കുഭാഗത്തെ വലിയ ഗുഹയ്ക്ക് മുറിച്ചെടുത്ത കല്ലുകൾ കൊണ്ടല്ലാതെ പാറയിൽ തന്നെ കൊത്തിയെടുത്ത ഒരു മനോഹരമായ വരാന്തയുണ്ട്. ഈ വരാന്തയുടെ തൂണുകളിൽ പോലും അക്കാലത്തെ കലാകാരന്മാരുടെ വിരൽ സ്പർശം കാണാം. വലിയ ഗുഹയ്ക്കുള്ളിൽ ശിവലിംഗവും അതിന് തൊട്ടടുത്തായി ഒരൊറ്റ കല്ലിൽ തീർത്ത നന്ദിവിഗ്രഹവുമുണ്ട്. ഈ നന്ദിയുടെ രൂപഘടനയും ഭാവവും എത്രത്തോളം സൂക്ഷ്മമായാണ് കൊത്തിയെടുത്തിരിക്കുന്നത് എന്നത് നേരിട്ട് കണ്ടുതന്നെ അറിയേണ്ട ഒന്നാണ്. തെക്കുഭാഗത്തെ ചെറിയ ഗുഹയിലും ശിവലിംഗമുണ്ട്. എന്നാൽ ഇവിടെയാണ് ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്ന ആ പ്രതിഷ്ഠയുള്ളത്, ഹനുമാൻ സ്വാമി. ശിവക്ഷേത്രത്തിന്റെ അവിഭാജ്യ ഘടകമായ ഹനുമാന്റെ സാന്നിധ്യം ഗുഹാക്ഷേത്രങ്ങളിൽ അത്യപൂർവമാണ്. 2 ഗുഹകൾക്കും മധ്യഭാഗത്തായി ഗണപതി ഭഗവാന്റെ രൂപം അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. ഒരൊറ്റ പാറയെ 3 ശ്രീകോവിലുകളായും വിഗ്രഹങ്ങളായും മാറ്റിയ ആ വിദ്യ അത്ഭുതാവഹമാണ്. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ഐതിഹ്യങ്ങൾ ഇവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു നിഗൂഢത നൽകുന്നുണ്ട്. കൈലാസത്തിൽ നിന്ന് ശിവഭൂതങ്ങൾ ചുമന്നുകൊണ്ടുവന്ന പാറയാണിതെന്നാണ് വിശ്വാസം. ഇതിന് തെളിവെന്നോണം ക്ഷേത്രത്തിന് അല്പം മാറിയുള്ള ചുമടുപാറ ഇന്നും ആളുകൾ ഭക്തിയോടെ നോക്കിക്കാണുന്നു. ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലെ ആഴമില്ലാത്ത വറ്റാത്ത കുളം എത്ര വലിയ വേനലിലും ജലസമൃദ്ധമായിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. തണുത്ത നീരുറവ പോലെ അത് വിശ്വാസികളുടെ മനസ്സും തണുപ്പിക്കുന്നു. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ സംരക്ഷിത സ്മാരകം ഇന്നും സജീവമായ ഒരു ആരാധനാകേന്ദ്രം കൂടിയാണ്. നെൽപ്പാടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ശാന്തതയുണ്ട്, അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും വാസ്തുവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്കും ദൈവീകമായ ഒരു ഏകാന്തത ആഗ്രഹിക്കുന്നവർക്കും കോട്ടുക്കൽ ഒരു വലിയ പാഠപുസ്തകമാണ്.